ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 20,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. 15,000 രൂപയുടെയും 20,000 രൂപയുടെയും ഇടയിൽ ഓരോരോ പ്രൈസ് സെഗ്മെന്റിലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. അപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 15,500 രൂപ പ്രൈസ് റേഞ്ചിൽ CMF ഫോൺ 1 എന്നുള്ള സ്മാർട്ട് ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം ഇതിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാക്ക് പാനലും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. MediaTek Dimensity 7300 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 15,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് റിയൽമി നാർസോ 70 ടെർബോ എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഏകദേശം സിമിലർ ഫീച്ചേഴ്സ് ആണ്. എക്സ്ട്രാ ആയിട്ട് 45 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ബോക്സിൽ തന്നെ ചാർജറും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ 16,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതേ ഫീച്ചേഴ്സുമായിട്ട് P1 സ്പീഡ് എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. പക്ഷെ വില 16,300 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഇനി റിയൽമിയുടെ തന്നെ ഫോൺ വേണം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ റിയൽമി 12+ 18,500 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണാണെന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 70 ടെർബോ തന്നെയായിരിക്കും നല്ലത്. അപ്പം റിയൽമി 12+ൽ MediaTek Dimensity 7050 എന്ന പ്രോസസ്സറേ വരുന്നുള്ളൂ. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ ക്യാമറയുടെ കാര്യത്തിൽ 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ വോയിസിന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 60 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 18,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 15,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് തന്നെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ സാംസങ്ങിന്റെ ഒരു ഫോൺ കാണുന്നുണ്ടെങ്കിൽ M35 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Exynosന്റെ 1380 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ഒക്കെയാണ് വരുന്നത്. അപ്പൊ സാംസങ്ങിന്റെ തന്നെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലാവ ബ്ലേസ് കർവ് 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇപ്പം ഇതിൽ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെ ഇതിൽ വരുന്നുണ്ട്. MediaTek Dimensity 7050 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 16,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് 2 ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ലാവ ബ്ലേസ് ഡുവോ എന്നുള്ള സ്മാർട്ട് ഫോണാണ്. 17,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇതിൽ AMOLED ഡിസ്പ്ലേയും കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ തന്നെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ 1.58 ഇഞ്ചിന്റെ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ കൂടി വരുന്നുണ്ട്. MediaTek Dimensity 7025 എന്നുള്ള പ്രോസസ്സറെ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. 5000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ഒക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ സെക്കൻഡറി ഡിസ്പ്ലേ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫോൺ എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ലാവ അഗ്നി 3 എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 7300X എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള 50+8+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള 66 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടും വരുന്നുണ്ട്. 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വിവോയുടെ അല്ലെങ്കിൽ ഐക്യൂടെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ വിവോ T3 അതുപോലെ തന്നെ iQOO Z9 എന്നീ ഫോണുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. 2 ഫോണുകളിലും AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7200 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി, 44 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ഒക്കെയാണ് വരുന്നത്. വിവോ T3യുടെ വില വരുന്നത് ഏകദേശം 17,100 രൂപ പ്രൈസ് റേഞ്ചിലാണ്. iQOO Z9ന്റെ വില വരുന്നത് ഏകദേശം 18,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. പിന്നെ iQOOയുടെ കാര്യത്തിൽ 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ iQOO Z7 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. iQOOയുടെ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാം. അപ്പം ഇതിൽ AMOLED ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നുണ്ട്. MediaTek Dimensity 7200 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 64+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 4600 mAh ബാറ്ററിയും 66 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ഒക്കെയാണ് വരുന്നത്. 19,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്.
പിന്നെ വൺ പ്ലസിന്റെ തന്നെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ വൺ പ്ലസ് നോഡ് C4 ലൈറ്റ് എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്, 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറേ വരുന്നുള്ളൂ. വൺ പ്ലസിന്റെ ഫോൺ വേണം എന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ മാത്രം ഇത് എടുത്താൽ മതി. പിന്നെ 50+ 2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയ്ക്കാണ് വരുന്നത്. 5110 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 18,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോട്ടറോളയുടെ ഒരു ഫോൺ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ മോട്ടോ G85 5G എന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോട്ടറോളയുടെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫോണിലോട്ട് പോയാൽ മതി. അപ്പം ഇതിൽ POLED പാനലും അതുപോലെ തന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 6s Gen 3 എന്ന പ്രോസസ്സറേ കൊടുത്തിട്ടുള്ളൂ. 50+ 8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി 33 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 18,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ നിങ്ങൾ റെഡ്മിയുടെ ഒരു സ്മാർട്ട് ഫോണൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 13 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 18,700 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 6.6 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ, ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 200+ 8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. വോയിസിന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും പിന്നെ 5100 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 18,700 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് പോക്കോ X6 എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. അപ്പം അതിലെ ക്യാമറയിൽ മെയിൻ ക്യാമറ സെൻസർ 64 മെഗാ പിക്സൽ ആണ് എന്നേ ഉള്ളൂ. ബാക്കി സെയിം ഫീച്ചേഴ്സ് ആണ്. 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനേക്കാൾ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടെ തന്നെ പോക്കോ X6 Pro എന്നുള്ള സ്മാർട്ട് ഫോണാണ്. അപ്പം അതിലോട്ട് വരുമ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 8300 Ultra എന്നുള്ള പ്രോസസ്സർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ്. അപ്പം 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ നമുക്ക് റിയൽമിയുടെ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ ആണെന്നുണ്ടെങ്കിൽ റിയൽമി P2 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. 50+ 8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5200 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 19,400 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. നത്തിങ്ങിന്റെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 2A എന്നുള്ള സ്മാർട്ട് ഫോൺ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പൊ കിട്ടുന്നുണ്ട്. ഇപ്പം ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 7200 Pro എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50+ 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി 45 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പം ആമസോണിലാണ് ഈ ഒരു പ്രൈസിംഗിൽ ഈ ഒരു ഫോൺ ഇപ്പൊ കാണിക്കുന്നത്. ഇനി സാംസങ്ങിന്റെ ഫോൺ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ 19,500 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് F55 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+ 8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 19,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. സാംസങ്ങിന്റെ തന്നെ ഫോൺ നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ. അപ്പം ഇതൊക്കെയാണ് ഇപ്പം 20,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ CMF ഫോൺ 1 സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം റെഡ്മി നോട്ട് 13 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ സെലക്ട് ചെയ്തേക്കാം. അതുപോലെ തന്നെ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി P2 Pro എടുത്തേക്കാം. കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ലാവ ബ്ലേസ് കർവ് 5G എന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും നോക്കുക കർവ്ഡ് ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ. ഇനി പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ പോക്കോ X6 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ഞാൻ എടുത്തേക്കാം. നല്ല ഓൾറൗണ്ടർ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 2A ആയിരിക്കും ഞാൻ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ. അപ്പം ഇതാണ് എൻ്റെ ഒരു ലിസ്റ്റ്. ഇതുപോലെ നിങ്ങൾക്കും ഒരു ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.